ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അല്ല, അതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? ഗോവിന്ദൻ പറഞ്ഞ സരി ജയിക്കുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് 400 പാറെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നവരെല്ലാവരും ചേലക്കര പിടിച്ചടക്കുന്നല്ലേ സുധാകരനും വി.ഡി. സതീശനും പറഞ്ഞു. എന്റെ കാര്യത്തിൽ മാത്രം എന്താണ്? അപ്പൊ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഭീകരവാദ ശക്തികളെയും വർഗീയ ശക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്ക് അധികകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ബൂത്തിലും 30-40 വോട്ടുകൾ കുറയുമ്പോൾ പിന്നെ അവിടെയൊക്കെ കുറച്ച് പോളിംഗ് കുറഞ്ഞു. ഞങ്ങൾ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഞങ്ങൾ വിജയിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിന്റെ പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആ നിലയിൽ തന്നെയാണ് NDA മുന്നോട്ട് പോയത്. പക്ഷെ എന്തുകൊണ്ട് ചെറിയൊരു ശതമാനം വോട്ടിന്റെ കുറവുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും. ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസം.